റഷ്യ ഉക്രൈൻ അപ്ഡേറ്റ്സ്. എന്താണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്? അലക്സി നാവൽനി മരണപ്പെട്ടു. എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഇദ്ദേഹം എവിടെയാണ് ഉള്ളത് എന്ന അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അവസാനമായി നാവൽനി സംസാരിച്ച ഒരു വീഡിയോ, ആ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും ആ വീഡിയോയിൽ നാവൽനി പറഞ്ഞിട്ടുണ്ടാവുക? മാത്രമല്ല, നാവൽനിയുടെ ഭാര്യ മ്യൂണിച്ചിൽ ഉണ്ടായിരുന്നു എന്നതും മ്യൂണിച്ചിൽ വെച്ച് വലിയൊരു യോഗം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇനിയും നിരവധി അപ്ഡേറ്റുകളുണ്ട്. എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലക്സി നാവൽനി റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിന് എതിരായി നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അത് അലക്സി. റഷ്യ ഉക്രൈൻ അപ്ഡേറ്റ്സ്. എന്താണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്? അലക്സി നാവൽനി മരണപ്പെട്ടു. എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഇദ്ദേഹം എവിടെയാണ് ഉള്ളത് എന്ന അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അവസാനമായി നാവൽനി സംസാരിച്ച ഒരു വീഡിയോ, ആ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും ആ വീഡിയോയിൽ നാവൽനി പറഞ്ഞിട്ടുണ്ടാവുക? നാവൽനിയെ പറയാം. അദ്ദേഹത്തിന് ആരോ വിഷം കൊടുത്തു, റഷ്യക്കെതിരായി ഇദ്ദേഹം സംസാരിക്കുന്നു, ഇങ്ങനെയുള്ള പല ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തെ ഏകാന്ത ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്നും മറ്റൊരു ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒടുവിൽ ഇദ്ദേഹം ഏത് തടവറയിലാണ് ഉള്ളത് എന്ന അന്വേഷണവും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ സമയത്ത് അലക്സി നാവൽനി ഒരു വീഡിയോ കോൺഫറൻസ് മുഖേന ഒരു കോർട്ട് ജഡ്ജിന് മുന്നിൽ പ്രസന്റ് ആകുന്നു. അതിനുശേഷം നാവൽനി ജഡ്ജിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ പേഴ്സണൽ അക്കൗണ്ട് സെർച്ച് ചെയ്യാവുന്നതാണ്. അതിൽ ഒട്ടും തന്നെ പണമില്ല. എനിക്കെതിരെ നിരവധി ഫൈനൊക്കെയും നിങ്ങൾ വിധിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അടയ്ക്കാനായി എന്റെ അക്കൗണ്ടിൽ പണം തീരെ ഇല്ല. എല്ലാം റണ്ണിങ് ഔട്ട് ആയിരിക്കുകയാണ്. സോ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് പണം തന്നാൽ മാത്രമേ എനിക്ക് ആ ഫൈനെല്ലാം അടച്ചു തീർക്കാൻ പറ്റുകയുള്ളൂ എന്ന ആ വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സോ അലക്സി നാവൽനി മരണപ്പെട്ടതോടെ അതിന് കാരണം പുടിനാണെന്ന് മിക്ക രാജ്യങ്ങളും പറയാൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ മിക്ക രാജ്യങ്ങളും എന്ന് പറയുമ്പോൾ എടുത്തു പറയണമെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ എന്ന് കൃത്യമായി പറയേണ്ടി വരും. UK ഫോറിൻ സെക്രട്ടറി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? പുടിൻ ഈസ് ദ റീസൺ ഫോർ ദിസ്. പുടിൻ ഷുഡ് ബി ഹെൽഡ് അക്കൗണ്ടബിൾ. നാവൽനിയുടെ മരണത്തിന് പിന്നിൽ പുടിനാണുള്ളത്. ഇതിന്റെ ഉത്തരവാദിത്തം പുടിൻ ഏറ്റെടുക്കണം എന്നാണ് പറഞ്ഞത്. അതേപോലെ അമേരിക്കയുടെ കമല ഹാരിസ് ഇപ്പോൾ മ്യൂണിച്ചിലുണ്ട്. അവിടെ തന്നെയാണ് നാവൽനിയുടെ ഭാര്യയും ഉള്ളത്. അലക്സി നാവൽനിയുടെ മരണവാർത്ത മ്യൂണിച്ചിൽ എത്തുമ്പോൾ നാവൽനിയുടെ ഭാര്യ ആ യോഗത്തിൽ തുടരുമോ അതോ തിരിച്ച് വീട്ടിലേക്ക് പോകുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ആ യോഗത്തിൽ തുടരുന്നു. എന്താണ് കാര്യമെന്ന് അവരുടെ സ്പീച്ചിലൂടെ തന്നെ, അവരുടെ പ്രസംഗത്തിലൂടെ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. ഇതാണ് ലാവനിയുടെ ആഗ്രഹം. പുടിന് എതിരായി, അല്ലെങ്കിൽ പുടിൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റഷ്യയിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് പുറലോകം അറിയാൻ നാവൽനി ഒരുപാട് ശ്രമിച്ചു. ഇനി അഥവാ നാവൽനി മരിച്ചു എന്നതുകൊണ്ട് ഞാൻ റഷ്യയിലേക്ക് മടങ്ങിപ്പോയാലോ, ഈ യോഗത്തിൽ ഞാൻ പങ്കെടുക്കാതിരുന്നാലോ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ യോഗത്തിൽ തുടരുമെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു. അതേപോലെ തന്നെ അമേരിക്കയുടെ കമല ഹാരിസും ഈ സംഭവത്തിന് പിന്നിൽ പുടിനാണുള്ളത്, പുടിന്റെ ബ്രൂട്ടാലിറ്റി ഇതിലൂടെ വ്യക്തമാകുന്നു എന്ന ഒരു വിവാദം തന്നെ ക്രിയേറ്റ് ചെയ്തു. സോ ഇതെല്ലാം കേൾക്കുമ്പോൾ റഷ്യ വെറുതെ ഇരിക്കില്ലല്ലോ. റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വാക്കുകൾ നിയന്ത്രിക്കുക. അത് അമേരിക്ക ആയാലും ശരി, UK ആയാലും ശരി. എങ്ങനെയാണ് ഇദ്ദേഹം മരണപ്പെട്ടത് എന്ന വിചാരണ ഞങ്ങളും ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. അതല്ലാതെ ഇത് പുടിനാണ് ചെയ്തത് എന്ന റോങ് ഇൻഫർമേഷൻ പ്രചരിപ്പിക്കാൻ പാടില്ല. ഞങ്ങളും അതിന്റെ അന്വേഷണം നടത്താൻ തയ്യാറായിട്ടാണുള്ളത്. റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കുമെന്ന് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേപോലെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നാവൽനിയുടെ മരണത്തിലൂടെ പുടിന്റെ മൃഗീയമായ മനസ്സും അതുപോലെ അദ്ദേഹത്തിന്റെ വീക്ക്നെസ്സുമാണ് വ്യക്തമാക്കുന്നത് എന്ന് പറയുന്നു. ഇവിടെ വീക്ക്നെസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? റഷ്യയുടെ പ്രസിഡന്റ് ഇലക്ഷൻ വരാൻ പോകുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അഥവാ ആ ഇലക്ഷനിൽ അലക്സി നാവൽനി ഒരു കാൻഡിഡേറ്റായി മത്സരിക്കുകയാണെങ്കിൽ, പ്രസിഡന്റ് കാൻഡിഡേറ്റായി മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 2% വോട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല, പുടിൻ പല രീതിയിലും നാവൽനിക്കെതിരായി പല കാര്യങ്ങളും ചെയ്തു എന്നും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സോ അലക്സി നാവൽനിയുടെ മരണത്തിന് പിന്നിൽ പുടിന്റെ ഇലക്ഷനും ഒരു കാരണമായിട്ടുണ്ടാകാമെന്നും ചിലർ അവരുടെ അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അടുത്തത് ഡൊണാൾഡ് ടസ്ക്. ഇദ്ദേഹം പോളണ്ടിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നാവൽനി മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ ധൈര്യം പോയിട്ടുണ്ടാകും, പക്ഷേ അദ്ദേഹത്തിന്റെ ധൈര്യമാണ് ലോകത്തിന് മുന്നിൽ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നു. അതേസമയം അവരെ നമ്മൾ ക്ഷമിക്കില്ല എന്നും പറയുന്നുണ്ട്. അതായത് നാവൽനിയുടെ മരണത്തിന് പിന്നിൽ ആരാണോ ഉള്ളത് അവരെ ഒരിക്കലും ക്ഷമിക്കില്ല, അതുപോലെ തന്നെ നാവൽനിയെ മറക്കില്ല എന്നും പോളണ്ട് പ്രൈം മിനിസ്റ്റർ അറിയിച്ചിരിക്കുന്നു. അടുത്തത് ജൂലിയ, അലക്സി നാവൽനിയുടെ ഭാര്യ. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം പിന്നിൽ പേഴ്സണലായി പുടിൻ തന്നെയാണ് കാരണം. പുടിൻ ആരോപിച്ച നിരവധി കള്ളങ്ങളാണ് എന്റെ ഭർത്താവിനെതിരെ നിരവധി കേസുകൾ ഫയലാകാൻ പ്രധാന കാരണമായിരുന്നത്. എന്റെ ഭർത്താവ് ഇത്രയും അധികം ക്രൂരതകൾ അനുഭവിച്ചു, ഇതിനെതിരെ ലോകരാജ്യങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തണമെന്നും ജൂലിയ ആ വലിയ യോഗത്തിൽ, മ്യൂണിച്ചിൽ വെച്ച് നടന്ന വലിയ യോഗത്തിൽ സ്പീച്ച് നടത്തി. മ്യൂണിച്ചിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ യോഗം, ഇവിടെ അറബ് രാജ്യങ്ങളുടെ നേതാക്കളുണ്ട്, പാശ്ചാത്യ രാജ്യങ്ങളുടെ തലവന്മാരുണ്ട്, നാറ്റോ രാജ്യങ്ങളുടെ തലവന്മാരുമുണ്ട്. ഇവിടെ വെച്ചാണ് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ തീരുമാനമാകാൻ പോകുന്നത്. ഉക്രൈന് ഏതൊക്കെ രാജ്യങ്ങൾ സഹായം ചെയ്യും, ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രയേലിന് സപ്പോർട്ടായി ആരുണ്ടാകും, ഹമാസിന് സപ്പോർട്ടായി ആരാണ് ഉണ്ടാവുക, അതുപോലെ ഒരു പീസ് എഗ്രിമെന്റ് നടക്കാൻ സാധ്യതയുണ്ടോ, ഹോസ്റ്റേജസ് സ്വാപ്പ് നടക്കാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് നിരവധി പേർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെയും ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തെക്കാൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധമാണ്. അതിന്റെ പ്രധാന കാരണം തന്നെ അലക്സി നാവൽനിയുടെ മരണവും. സോ നാവൽനിയുടെ മരണത്തിനും റഷ്യ ഉക്രൈൻ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതും തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതായും പറയുന്നുണ്ട്. നാവൽനിയുടെ മരണത്തിന് പുടിൻ കാരണമായിരുന്നാലോ അടുത്ത പ്രസിഡന്റായി അദ്ദേഹം തന്നെ മാറുന്നതുകൊണ്ട് റഷ്യയെ എതിർക്കുന്ന രാജ്യങ്ങളെ കുറച്ചുപോലും ദൈവദാക്ഷിണ്യമില്ലാതെ റഷ്യ എതിർക്കും. അത് ഒരു രാജ്യമായാലും ശരി, അതൊരാളായാലും ശരി എന്ന ഒരു മെസ്സേജ് പുടിൻ കൊടുത്തതായും ഭാവിയിൽ പുടിനെതിരെ സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന രീതിയിലും മാധ്യമങ്ങൾ അവരുടെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. അടുത്തത് ബ്ലാക്ക് സീ. ബ്ലാക്ക് സീ എന്ന് പറയുമ്പോൾ റഷ്യയാണ് അവിടുത്തെ കിങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ ക്ലിയർ ചെയ്യും. ബ്ലാക്ക് സീയിലെ റഷ്യയുടെ നാവികസേനയെ പൂർണ്ണമായും ഞങ്ങൾ ഇല്ലാതാക്കും. അങ്ങനെ ഇല്ലാതാക്കി ഞങ്ങളുടെ ധാന്യ കയറ്റുമതി വളരെ ഭംഗിയായി നടത്തുമെന്ന് സെലൻസ്കി അറിയിച്ചിരിക്കുന്നു. അതുകൂടാതെ 13 റഷ്യൻ മിസൈൽസ് ഞങ്ങൾ ഷൂട്ട് ഡൗൺ ചെയ്തുവെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ 13 മിസൈലുകളും വന്നത് ക്യൂവിലേക്കായിരുന്നു. ആ 13 എണ്ണവും ഞങ്ങൾ പ്രതിരോധിച്ചു എന്ന അറിയിപ്പും ഉക്രൈൻ ഭരണകൂടം പുറത്തുവിട്ടു. അടുത്തത് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ നമുക്കറിയാം, അമേരിക്ക കഴിഞ്ഞാൽ റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ അടുത്ത സ്ഥാനം യൂറോപ്യൻ യൂണിയനാണുള്ളത്. റഷ്യയിൽ നിന്നും അവരുടെ ഓയിലൊന്നും വാങ്ങാൻ പാടില്ല എന്നതാണ് ആദ്യത്തെയും വളരെ പ്രധാനപ്പെട്ടതുമായ സാമ്പത്തിക ഉപരോധം. ഓയിൽ ആൻഡ് ഗ്യാസ്, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ ഏകദേശം $30 ബില്യൺ അമേരിക്കൻ ഡോളർ അളവിലുള്ള ഈ ഓയിലും ഗ്യാസ് എല്ലാം ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്നത് യൂറോപ്യൻ യൂണിയൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു. 2022-2023 കാലത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ 58% കുറവായിട്ടാണ് ഉള്ളത്. എങ്കിൽ കൂടി ഈ $30 ബില്യൺ അമേരിക്കൻ ഡോളറിനോളം ഇറക്കുമതി ചെയ്തിട്ടുണ്ട്, യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ആവശ്യമായ ആയുധങ്ങൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ ഉള്ള പണം യൂറോപ്യൻ യൂണിയൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് അത്രത്തോളം ഓയിൽ ആൻഡ് ഗ്യാസ് ഡയറക്റ്റായും അതുപോലെ തന്നെ ബ്ലാക്ക് മാർക്കറ്റ് വഴിയായും റഷ്യയുടെ പക്കൽ നിന്നും യൂറോപ്യൻ യൂണിയൻ റഷ്യയെ വിശ്വസിച്ച് ഇതെല്ലാം വാങ്ങിയിട്ടുണ്ട് എന്നതാണ്. അതുമാത്രമല്ല അലുമിനിയം ആയിക്കോട്ടെ, നിക്കൽ പ്രോഡക്ട്സ് ആയിക്കോട്ടെ, മിനറൽ ഫെർട്ടിലൈസർ ആയിക്കോട്ടെ, പ്രീഷ്യസ് മെറ്റൽസ് ആയിക്കോട്ടെ, എല്ലാം റഷ്യയുടെ പക്കൽ നിന്നും യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2-3 മാസങ്ങളായി ഇന്ത്യയും റഷ്യയും തമ്മിൽ പ്രശ്നത്തിലാണുള്ളത് എന്ന് പറഞ്ഞവർക്ക് ഒരു തിരിച്ചടി കൊടുത്തിരിക്കുന്നു റഷ്യയും ഇന്ത്യയും. പ്രത്യേകിച്ച് റഷ്യയുടെ മാധ്യമം തന്നെ അറിയിച്ചിരിക്കുകയാണ് റഷ്യയുടെ ഓയിൽ വീണ്ടും ഇന്ത്യ വാങ്ങാൻ ആരംഭിച്ചു എന്ന്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പണം ഉപയോഗിച്ച് റഷ്യക്ക് പണം സെറ്റിൽമെന്റ് ചെയ്യാൻ പോകുന്നു എന്നതും റഷ്യയും ഇന്ത്യയും ഇത് സമ്മതിച്ചു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നേരിട്ട് ഇന്ത്യൻ കറൻസി ഉപയോഗിച്ചാണ് റഷ്യയുടെ പക്കൽ നിന്നും നമ്മൾ ഓയിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ത്യൻ മണി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാനായി, ഇന്ത്യയെ സഹായിക്കാനായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തയ്യാറായിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് ഇന്ത്യൻ കറൻസിയായി ഇന്ത്യൻ പണം പോകും. അവിടെ നിന്നും ഡയറക്റ്റായി റഷ്യക്ക് സെറ്റിൽ ചെയ്യും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അടുത്തതായി ഇന്ത്യയിൽ ചെയ്യുന്ന നിരവധി ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ ഇന്ത്യൻ പണത്തെ ഇൻവെസ്റ്റ് ചെയ്യും. സോ നമ്മുടെ കറൻസി, നമ്മുടെ പണം നമുക്കിടയിൽ തന്നെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഡീഡോളറൈസേഷൻ മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ ഓയിൽ ഇമ്പോർട്ടും ചെയ്യാൻ പോകുന്നു. എങ്ങനെ നോക്കിയാലും അത് ഇന്ത്യക്കും നല്ലതാണ്, റഷ്യക്കും നല്ലതാണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും നല്ലതാണ്. അടുത്തത് ഫ്രാൻസ് യൂറോപ്യൻ യൂണിയനെതിരെ ഒരു തട ഉത്തരവ് വിധിച്ചിരിക്കുന്നു.
മറ്റൊന്നുമല്ല, ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും, ഇപ്പൊ യൂറോപ്പ് യൂണിയൻ രാജ്യങ്ങളല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങി യൂറോപ്പ് യൂണിയൻ രാജ്യങ്ങളിലെ ചില രാജ്യങ്ങൾ അത് ഉക്രൈന് കൊടുക്കാനായുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ഇത് ഫ്രാൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല. ഇങ്ങനെ യൂറോപ്പ് യൂണിയന്റെ ഈ തീരുമാനത്തെ ഫ്രാൻസ് എതിർത്തിരിക്കുന്നു. അതുമാത്രമല്ല, ഈ യുദ്ധം വെച്ച് അമേരിക്ക എത്രത്തോളം അവരുടെ ആയുധങ്ങൾ വിൽപ്പന നടത്തിയിട്ടുണ്ട്, അതുമൂലം അമേരിക്കയ്ക്ക് എത്രത്തോളം ലാഭം ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു കേസ് സ്റ്റഡി നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിന്റെ ഒരു വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വോയിസ് ഓഫ് വിക്കിയിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.